നടി വീണ നായരും ആർ.ജെ. അമനും ഔദ്യോഗികമായി വിവാഹമോചിതരായി. കുടുംബ കോടതിയിലെത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത്. 2014 വീണ നായരും ആർ.ജെ. അമൻ ബൈമി എന്ന സോദി സുരേഷും വിവാഹിതരായത്. ഇരുവർക്കും ഒരു മകനുണ്ട്. 2022 ഇരുവരും പിരിയുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയത്. പിന്നീട് തങ്ങൾ ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ചും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നും വീണ നായർ വ്യക്തമാക്കിയിരുന്നു. വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി 3 വർഷത്തിനു ശേഷമാണ് ബന്ധം വേർപ്പെടുത്തുന്നത്. ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും മകൻ തങ്ങൾ രണ്ടുപേർക്കുമൊപ്പം മാറി മാറി വളരുമെന്നും ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ വീണ പറഞ്ഞിരുന്നു. ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം. എന്റെ മകൻ സന്തോഷവാനാണ്. അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല. കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട്. അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്കൊരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അവൻ അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും. അതെങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു. അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്തു പറയാനാണ്. നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. എനിക്കൊരു മകനുണ്ട്. അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തണം. ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു. ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല കുടുംബം. അത് കുറെ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ബിഗ് ബോസ് കാരണം എന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും കണ്ടിരുന്നു. അതങ്ങനെയല്ല. വീണ നായരുടെ ഈ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ. പിന്നീട് ഒരു ഹാസ്യനടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമകളിലും വീണ സജീവമായി. വെള്ളിമുങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ 2ാം സീസണിലും വീണ മത്സരിച്ചിരുന്നു. മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പൈസ് എന്ന സിനിമയിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത്.